ഫ്രണ്ട്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. 3 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് മന്ത്ലി ഒരു 30,000 അടുത്ത് അല്ലെങ്കിൽ മുകളിലേക്കായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അത് മാത്രമല്ല, നമുക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് എന്ത് ചെയ്യാം, വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണുക. അപ്പം ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഓൺലൈനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് വന്നിരിക്കുന്നത് സേഫ്റ്റി അസിസ്റ്റൻറ്റ് കരാർ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. CSL കൊച്ചിയിലാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ ആദ്യം പറയാം. ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ള കണ്ടീഷനാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കാര്യം, സേഫ്റ്റിയിലോ അല്ലെങ്കിൽ ഫയറിലോ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു വർഷത്തെ ഡിപ്ലോമ അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. 1 ഇയർ ഡ്യൂറേഷനുള്ള മിനിമം 1 ഇയർ ഡ്യൂറേഷനുള്ള സേഫ്റ്റിയിലോ അല്ലെങ്കിൽ ഫയറിലോ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിപ്ലോമ നിങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ള കണ്ടീഷനാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1 വർഷത്തെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസോ വേണം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് 1 വർഷത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിലും മതി കേട്ടോ. നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അപ്രന്റീഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മതി. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 29 മെയ് മുതൽ 11 ജൂൺ വരെയാണ്. 34 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പീരീഡ് ഓഫ് കോൺട്രാക്ട് 3 വർഷമാണ് വിളിച്ചിരിക്കുന്നത്. റെമ്യൂണറേഷൻ നിങ്ങൾക്ക് കൂടെ കാണാം. ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 23,300 പ്ലസ് നിങ്ങൾക്ക് എക്സ്ട്രാ അവറിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 5,830 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 30ൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 30ൻ്റെ മുകളിൽ നിയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് കഴിയാൻ പാടില്ല. 11 ജൂൺ 2024 നിങ്ങൾ കണക്കാക്കുമ്പോൾ 30 വയസ്സ് കഴിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഏജ് ബോർഡറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏജ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ ടെസ്റ്റ് 30 മാർക്ക്, ഫിസിക്കൽ ടെസ്റ്റ് 30 മാർക്ക്, പ്രാക്ടിക്കൽ ടെസ്റ്റ് നമുക്ക് 70 മാർക്കാണ്. അങ്ങനെ 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന പുഷപ്പും ഓട്ടോ ഒക്കെയാണ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ഇതുമായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് 200 രൂപയാണ്. അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇതിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. CSLൻ്റെ വെബ്സൈറ്റിൽ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കായിരിക്കും വരിക കേട്ടോ. നമ്മുടെ JOC എലിജിബിലിറ്റി പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കാണാം. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഓക്കെ, താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിന് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗവിൽ നമുക്ക് 2 ഘട്ടമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്കൊരു ഫോം ഓപ്പൺ ആയി വരും. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ യൂസർ നെയിം നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു യൂസർ നെയിം, ഇമെയിൽ ID കൊടുക്കുക. യൂസർ നെയിമായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. അതിന് ശേഷം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക മാനുവലായിട്ട്. ദെൻ റീടൈപ്പ് ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഇമെയിൽ ID കൊടുക്കണം. ദെൻ റീടൈപ്പ് ഇമെയിൽ ID കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ കൊടുക്കുക, രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ വീഡിയോയുടെ ലിങ്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ഓൺലൈൻ മലയാളം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ രജിസ്ട്രേഷൻ മാത്രമല്ല, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് വീണ്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ടാബിളിൽ ഇവിടെ ഞാൻ അപ്ലൈ നൗവിൻ്റെ താഴത്തായിട്ട് ഈ ടാബിൾ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള നമ്മുടെ യൂസർ നെയിമും അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ പാസ്വേഡും നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക, ലോഗോൺ കൊടുക്കുക. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഓവർവ്യൂ നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൽ നമുക്കിവിടെ ജോബ് സെർച്ച് എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം നമ്മൾ. ഓക്കെ, ജോബ് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾ എല്ലാം ഇതൊന്ന് നോക്കുക, ഓൾ എന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് കോൺട്രാക്ട് എന്നുള്ളത് വേണമെങ്കിൽ ആ ടൈപ്പ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റിൻ്റെ മാത്രം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഡീഫോൾട്ടായിട്ട് വരുന്നതിനെ നമ്മൾ ഇതാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കാണാം. നിങ്ങൾക്ക് ഇവിടെ താഴെ ഉണ്ട്, അതേപോലെ ബട്ടൺ മുകളിലും ഉണ്ട് കേട്ടോ. മുകളിലും താഴെയായിട്ട് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഉണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ സേഫ്റ്റി അസിസ്റ്റൻറ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് ഇവിടെ കാണാം. നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, അതിലേക്ക് എലിജിബിൾ ആളുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ 15/5 അത് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്ത് കാണാം 29/5 പുതിയതാണ്. അപ്പോൾ ഇവിടെ കാണാം സേഫ്റ്റി അസിസ്റ്റൻറ്റ് ഓൺ കോൺട്രാക്ട് ഫോർ CSL കൊച്ചി എന്നുള്ള, അത് നമ്മൾ സെലക്ട് ചെയ്യാം.
അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്ലൈ എന്നുള്ള ബട്ടൺ നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജോബ് ID കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഫീ അടയ്ക്കണമെങ്കിൽ ഫീ അടയ്ക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വീണ്ടും എന്ത് ചെയ്യണം, ഒന്ന് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കണം. അതിൽ ഇൻ പ്രോസസ് എന്നാണ് കാണിക്കുക. ഇൻ പ്രോസസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ എന്താണ്, സക്സസ്ഫുള്ളി അത് സബ്മിറ്റഡ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇൻസ്റ്റയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ വേറെ ഏതൊരു നോട്ടിഫിക്കേഷൻ്റെ ഇത് അപ്ലൈ ചെയ്യുന്നതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം ഈ വീഡിയോ കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല വീഡിയോ, കാരണം ഓൾറെഡി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അങ്ങനെയുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.